കുവൈറ്റിലെ റീറ്റെയിൽ രംഗത്ത് തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കി ഗ്രാൻഡ് ഹൈപ്പർ. രാജ്യത്ത് 2 പുതിയ സ്റ്റോറുകൾ കൂടി ആരംഭിച്ചുകൊണ്ട് ഗ്രാൻഡ് ഹൈപ്പർ തങ്ങളുടെ വളർച്ചാ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് കൂടിയാണ് പിന്നിട്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഹൈപ്പറിന്റെ 47ാമത്തെ സ്റ്റോർ റിഗൈ 2-ൽ പ്രവർത്തനം ആരംഭിച്ചു. ടെസ്ല എഞ്ചിനീയറിംഗ് ചെയർമാൻ ചെറിയാൻ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാൻഡ് ഹൈപ്പർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, ലാംകോ എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ അമാനുള്ള എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി ആദ്യ വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ചു. സിഇഒ മുഹമ്മദ് സുനീർ, DRO തഹ്സീർ അലി, COO മുഹമ്മദ് അസ്ലാം എന്നിവരടക്കം ഗ്രാൻഡ് ഹൈപ്പർ സീനിയർ മാനേജ്മെന്റിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൊട്ടുപിന്നാലെ ജലീബ് 2-ലെ 48ാമത്തെ ഗ്രാൻഡ് ഹൈപ്പർ സ്റ്റോറും പ്രൗഢഗംഭീരമായി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാഹും ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് ചെയർമാൻ ജാസിം മുഹമ്മദ് ഹമീസ് അൽ ഷറാഹും ചേർന്നാണ് ജലീബ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, അമാനുള്ള എന്നിവർക്ക് പുറമെ സാദ് മുഹമ്മദ് അൽ ഹമദ, മുഹമ്മദ് അൽ മുതൈരി, വാസിം വാഹിദ്, ചെറിയാൻ എന്നിവരടക്കം നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അയൂബ് കച്ചേരി, മുഹമ്മദ് സുനീർ, തഹ്സീർ അലി, മുഹമ്മദ് അസ്ലാം എന്നിവരും ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഈ ഇരട്ട ഉദ്ഘാടനത്തിലൂടെ കുവൈറ്റ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയോടുള്ള ഗ്രാൻഡ് ഹൈപ്പറിന്റെ പ്രതിബദ്ധതയാണ് വ്യക്തമാകുന്നത്. കുവൈറ്റ് മുഴുവൻ ഉപഭോക്താക്കൾക്ക് മികച്ച മൂല്യവും മെച്ചപ്പെട്ട ഷോപ്പിംഗ് അനുഭവങ്ങളും നൽകാനുള്ള അവരുടെ ദൃഢനിശ്ചയം ഈ വിപുലീകരണം വീണ്ടും ഉറപ്പു നൽകുന്നു. ബിസിനസിനും നിക്ഷേപകർക്കും അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയ കുവൈറ്റിലെ മഹത്തായ നേതൃത്വത്തിനും ജനങ്ങൾക്കും ഗ്രാൻഡ് ഹൈപ്പർ നന്ദി രേഖപ്പെടുത്തി. കുരുന്നുകളുടെ സർഗാത്മകതയും കലാപരമായ മികവും മാറ്റുരച്ച ആവേശകരമായ വേദിയിലൊടുവിൽ ICSE ജൂനിയർ സ്കൂളിന്റെ അക്കാദമിക് കലാമാമാങ്കമായ പേൾ ഫെസ്റ്റിന് തിരശ്ശീല വീണു. ആഴ്ചകളോളം നീണ്ടുനിന്ന മത്സരങ്ങൾക്കൊടുവിൽ വിജയികളായ കുരുന്നുകളെ സ്കൂൾ അധികൃതർ ആദരിച്ചു. കുട്ടികളുടെ സൃഷ്ടിപരവും കലാപരവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ICSE ജൂനിയർ സ്കൂൾ പേൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിവിധ മത്സരങ്ങളിൽ ICSEയിലെ നിരവധി വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ലെമണേഡ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ക്രഫോർഡ് വിൽസൺ ഡിസൂസ മുഖ്യാതിഥിയായി എത്തി. ബോർഡ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ വിനുകുമാർ നായർ, സെക്രട്ടറി ആമീർ മുഹമ്മദ് കൂടാതെ വിവിധ സഹോദര ശാഖകളിലെ പ്രിൻസിപ്പൽമാരും ചടങ്ങിൽ സന്നിഹിതരായി. ചടങ്ങിൽ ജൂനിയർ സ്കൂൾ പ്രിൻസിപ്പൽ C ഷീജ സ്വാഗതം ആശംസിച്ചു. കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതിലും ഇത്തരം പരിപാടികൾക്കുള്ള പങ്ക് അവർ എടുത്തു പറഞ്ഞു. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തത്തെ അവർ അഭിനന്ദിക്കുകയും ചെയ്തു. 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. വിജയികൾക്ക് അതിഥികൾ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ വിദ്യാർത്ഥികളെ കലാതിലകം, കലാപ്രതിഭാ പട്ടങ്ങൾ നൽകി ആദരിച്ചു. സമ്മാനദാന ചടങ്ങിന് മിഴിവേകിക്കൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. ആവേശകരമായ ഗ്രൂപ്പ് ഡാൻസുകളും സംഘഗാനങ്ങളും സ്കിറ്റുകളും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിലെന്ന് വൈസ് പ്രിൻസിപ്പൽ തന്റെ നന്ദി പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. മലയാള സിനിമയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് പ്രവാസി ലോകത്തെ സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയ നോട്ടം 2025 ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് കുവൈറ്റിൽ വർണ്ണാഭമായ സമാപനം. കേരള അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച 12ാമത് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക ചലച്ചിത്രമേളയിൽ പ്രവീൺ കൃഷ്ണ സംവിധാനം ചെയ്ത ചലനം മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് കരസ്ഥമാക്കി. നോട്ടം അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംവിധായകൻ ഡോക്ടർ ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനുമായ ജോണി ആന്റണി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷത്തെ കണിയാപുരം രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം ജോണി ആന്റണിക്ക് സമ്മാനിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബിവിൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുത്തത്. മത്സര വിഭാഗത്തിലും പ്രദർശന വിഭാഗങ്ങളിലുമായി ആകെ 33 ചിത്രങ്ങളാണ് മേളയിലെത്തിയത്. ഡോക്ടർ CS വെങ്കടേശ്വരൻ, ഡോക്ടർ ബിജു, VC അഭിലാഷ് എന്നിവരടങ്ങുന്ന ഉന്നതതല ജൂറിയാണ് ചിത്രങ്ങൾ വിലയിരുത്തിയത്.
പ്രവീൺ കൃഷ്ണ സംവിധാനം ചെയ്ത ചലനം മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയപ്പോൾ ഷെരീഫ് താമരശ്ശേരിയുടെ ദ ലാസ്റ്റ് ഡേ മികച്ച പ്രവാസി ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വാപ്പസ് എന്ന ചിത്രം മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി. മികച്ച സംവിധായകൻ മുഹമ്മദ് സലി, മികച്ച നടൻ സലാം ഓലക്കോട്, മികച്ച നടി മമിത പുലിക്കോട്, മികച്ച ബാലതാരങ്ങളായ ഋതിക് ശ്രീകാന്ത്, നിതിന കോവിലകം എന്നിവരെയും തെരഞ്ഞെടുത്തു. ചലനം എന്ന ചിത്രത്തിലൂടെ ജലീൻ ബാദുഷ മികച്ച സിനിമാറ്റോഗ്രാഫറായും ബിൻസൺ ചാക്കോ മികച്ച സൗണ്ട് ഡിസൈനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ ജൂറി സ്പെഷ്യൽ മെൻഷൻ അവാർഡുകളും വിതരണം നടത്തി. ലോക കേരള സഭാംഗം ഉണ്ണിമായ ഉണ്ണികൃഷ്ണൻ മേളയുടെ സുവനീർ പ്രകാശനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ വിനു വലൂപ്പറമ്പിൽ, കൺവീനർ മണിക്കുട്ടൻ എടക്കാട്, സെക്രട്ടറി മഞ്ജു മോഹൻ, ട്രഷറർ അനിൽ KG എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് മേളയുടെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ചത്. കുവൈറ്റിലെ ഫാഹിൽ മൈതാനത്ത് തൃശ്ശൂരുകാരുടെ കായിക മാമാങ്കം. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ അബ്ബാസിയ B ജേതാക്കളായി. ഫാഹിൽ സൂഖ് സഭ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് ട്രഷറർ സെബാസ്റ്റ്യൻ വാതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ട്രാസ്കിന്റെ വിവിധ ഏരിയകളിൽ നിന്നുള്ള ടീമുകൾ വാശിയോടെ മാറ്റുരച്ച മത്സരങ്ങൾ കാണാൻ നിരവധി കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. ആവേശകരമായ ഫൈനലിൽ ഫർവാനിയ ടീമിനെ പരാജയപ്പെടുത്തിയാണ് അബ്ബാസിയ B ഏരിയ കിരീടം ചൂടിയത്. വിജയികൾക്ക് ബിവിൻ തോമസ് ട്രോഫികൾ വിതരണം ചെയ്തു. സജിത് ബാലൻ മാൻ ഓഫ് ദ ടൂർണമെന്റായും ശ്രീജിത്ത് മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. അൽമുള്ള എക്സ്ചേഞ്ച്, ജോയി അൽക്കാസ് എന്നിവരുടെ പിന്തുണയോടെ നടന്ന ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് പുത്തുണർവ് നൽകി. ഇന്ത്യയുടെ മത്സര പരീക്ഷാ നഗരമായ കോട്ടയിലെ ലോകോത്തര പരിശീലന ശൈലി ഇനി കുവൈറ്റിലെ വിദ്യാർത്ഥികൾക്കും സ്വന്തം. 19 വർഷത്തെ സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള മോഷൻ എഡ്യൂക്കേഷൻ കുവൈറ്റിലെ പ്രവാസി വിദ്യാർത്ഥികൾക്കായി തങ്ങളുടെ പ്രവേശന കവാടം തുറന്നിരിക്കുകയാണ്. രാജസ്ഥാനിലെ കോട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഷൻ എഡ്യൂക്കേഷൻ തങ്ങളുടെ വിജയമാതൃക മോഷൻ കുവൈറ്റിലൂടെ പ്രവാസ ലോകത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അഹമ്മദി, അബ്ബാസിയ, സാൽമിയ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് നിലവിൽ പ്രവർത്തനം. 7 മുതൽ 10 വരെ ക്ലാസുകളിലെ ഫൗണ്ടേഷൻ കോഴ്സുകൾക്കും ഒളിമ്പ്യാഡ് പരിശീലനത്തിനും പുറമെ നീറ്റ്, JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് പരീക്ഷകൾക്ക് സമഗ്രമായ പരിശീലനമാണ് ഇവിടെ നൽകുന്നത്. കോട്ടയിൽ നിന്നുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ നേരിട്ടെത്തി ക്ലാസുകൾ നയിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ക്രമബദ്ധമായ മൂല്യനിർണയത്തിലൂടെയും ശാസ്ത്രീയമായ പഠന രീതിയിലൂടെയും കുട്ടികളെ മത്സര പരീക്ഷകളിലൂടെ ഉന്നത വിജയത്തിലേക്ക് മോഷൻ കുവൈറ്റ് കൈപിടിച്ചുയർത്തുന്നു. ഭാവിയിലെ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ശക്തമായ അടിത്തറയൊരുക്കാൻ മോഷൻ കുവൈറ്റ് സജ്ജമായി കഴിഞ്ഞതായി മാനേജ്മെന്റ് അറിയിച്ചു. അതിശക്തമായ മത്സരങ്ങളുടെ ലോകത്ത് നമ്മുടെ കുട്ടികളെ മുൻനിരയിലെത്തിക്കാൻ കോട്ടയുടെ കരുത്തുറ്റ അക്കാദമിക് ശൈലി കുവൈറ്റിലെത്തുമ്പോൾ അത് പ്രവാസി സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുന്നു. മോഷൻ എഡ്യൂക്കേഷനിലൂടെ മികച്ചൊരു ഭാവി കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇനി സാധിക്കും. ആരോഗ്യ പരിചരണ രംഗത്ത് മികവിന്റെ പുതിയ ചുവടുവയ്പുമായി മെഡെക്സ് മെഡിക്കൽ കെയർ. മെഡെക്സിന്റെ ഡെർമറ്റോളജി വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിച്ചിരിക്കുകയാണ്. പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധ ഡോക്ടർ ഭവ്യ വത്സലൻ പുതിയ വിഭാഗത്തിന്റെ ചുമതലയേറ്റു. കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ മെഡെക്സ് മെഡിക്കൽ കെയർ ഫാഹേൽ ചാഹയിലെ ഡെർമറ്റോളജി വിഭാഗം കൂടുതൽ വിപുലീകരിച്ചു. പ്രശസ്ത ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഭവ്യ വത്സലൻ ചർമ്മരോഗ സൗന്ദര്യ സംരക്ഷണ വിഭാഗത്തിൽ പുതിയതായി ചുമതലയേറ്റു. നിങ്ങളുടെ വിവിധ തരത്തിലുള്ള സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ ഇഷ്യൂസിനുള്ള സൊല്യൂഷൻസ്, അതുകൂടാതെ തന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിനുള്ള പാക്കേജസ്, വിവിധ തരത്തിലുള്ള തെറാപ്യൂട്ടിക് ആൻഡ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് നമുക്കിവിടെ ലഭ്യമാണ്. ചർമ്മരോഗ ചികിത്സയും അത്യാധുനിക സൗന്ദര്യവർദ്ധക ചികിത്സാ രീതികളിലും ദീർഘകാലത്തെ പരിചയസമ്പത്തുള്ള ഡോക്ടർ ഭവ്യ വത്സലന്റെ സേവനം ലഭ്യമാകുന്നതോടെ മേഖലയിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇനി മെഡെക്സിൽ ലഭ്യമാകും. മുടി കൊഴിച്ചിലിനുള്ള PRP ഇഞ്ചെക്ഷൻസ് ഓഫ് ദ സ്കാൽ ആൻഡ് അലോപേഷ്യ ഏരിയയ്ക്കുള്ള ഇൻട്രാലേഷണൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ്, മുഖക്കുരുവിനും അതുപോലെ തന്നെ മുഖത്തെ സ്കാറുകളും മുഖത്തെ പിഗ്മെന്റേഷനും മാറാനുള്ള PRP ഇഞ്ചെക്ഷൻ ഓഫ് ദ ഫേസ് ആൻഡ് ഡെർമാപെൻ, അതുപോലെ തന്നെ ലേസർ ഹെയർ റിഡക്ഷൻ, കാർബൺ ലേസർ, വാർട്ട് റിമൂവൽ ഓവർ ദ ഫേസ്, ഈവൻ മോൾ റിമൂവൽ, സെബേഷ്യസ് സിസ്റ്റ് റിമൂവൽ, അതുപോലെ തന്നെ മുഖത്ത് ഗ്ലോ കിട്ടുന്നതിനായിട്ടുള്ള സ്കിൻ ബൂസ്റ്റർ ഇഞ്ചെക്ഷൻസ്, കാർബൺ ലേസർ ഓൾസോ. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് മെഡെക്സ് ലക്ഷ്യമിടുന്നതെന്നും ഡോക്ടർ ഭവ്യ വത്സലന്റെ സാന്നിധ്യം ഡെർമറ്റോളജി വിഭാഗത്തിന് കൂടുതൽ കരുത്തേകുമെന്നും മെഡെക്സ് മാനേജ്മെന്റ് അറിയിച്ചു. അത്യാധുനിക ചികിത്സാ രീതികളും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഒത്തുചേരുമ്പോൾ മെഡെക്സ് മെഡിക്കൽ കെയർ പ്രവാസി സമൂഹത്തിന് എന്നും ഒരു തണലായി മാറുന്നു. ചർമ്മരോഗ ചികിത്സാ രംഗത്ത് പുതിയ പ്രതീക്ഷകളുമായി മെഡെക്സ് മുന്നോട്ട്. സംഗീതവും നൃത്തവും ഇഴചേർന്ന വർണ്ണാഭമായ സായാഹ്നത്തിന് സാക്ഷ്യം വഹിച്ച് കുവൈറ്റിലെ മലയാളി സമൂഹം. റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഹനാൻ ഷേ ലൈവ് ഷോ വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു.
റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷൻ കുവൈറ്റിന്റെ 8ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രൗഢഗംഭീരമായ കലാസന്ധ്യ ഒരുക്കിയത്. പ്രശസ്ത ഗായകൻ ഹനാൻ ഷെയും സംഘവും അവതരിപ്പിച്ച ലൈവ് ഷോ കാണാൻ ആയിരക്കണക്കിന് സംഗീതപ്രേമികളാണ് എത്തിയത്. മാംഗോ ഹൈപ്പർ ചെയർമാൻ റഫീഖ് അഹമ്മദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റോക്ക് പ്രസിഡന്റ് ഷബീർ മണ്ടോളി അധ്യക്ഷത വഹിച്ചു. മെഡെക്സ് മെഡിക്കൽ കെയർ ചെയർമാൻ VP മുഹമ്മദ് അലി, റോക്ക് ചെയർമാൻ അബു കോട്ടയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. അഹമ്മദ് അൽ മഗ്രിബി കൺട്രി ഹെഡ് മൻസൂർ ചൂരി സുവനീർ പ്രകാശനം ചെയ്തു. പരിപാടിയുടെ വിജയത്തിന് സഹകരിച്ച സ്പോൺസർമാർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കും ചടങ്ങിൽ മെമന്റോകൾ നൽകി ആദരിച്ചു. സ്വാഗത സംഘം കൺവീനർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ജനറൽ കൺവീനർ നജീബ് PV സ്വാഗതവും റോക്ക് ജനറൽ സെക്രട്ടറി കമറുദ്ദീൻ നന്ദിയും പറഞ്ഞു. കുവൈറ്റിലെ മലയാളി പ്രവാസികൾക്ക് ഏറെ നാളുകൾക്ക് ശേഷം ലഭിച്ച മികച്ചൊരു സംഗീത വിരുന്നായി റോക്ക് ഫെസ്റ്റ് മാറി. ഓസ്കാർ മീഡിയ പ്രൊഡക്ഷൻ ജനുവരി 16 അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റായ ഉത്സവ് നൈറ്റ് 2026 വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ പ്രവേശനം വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്ത ടിക്കറ്റുകളുടെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സോട്ടിസ് ഇവന്റ് അറേബ്യ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഷോ ബുക്ക് ചെയ്യാനാകുന്നത്. പ്രമുഖ ബ്രാൻഡുകളിൽ നിന്നും 30-ൽ പരം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് ആയിരിക്കും നടക്കുക. വൈകിട്ട് 5 മണിക്കാണ് ഷോ ആരംഭിക്കുന്നത്. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the next segment which is sports. Question number 1 to team A, we follow the same sequence. It is not about football. Identify the sports car. Your time started. 27 seconds. 26. Very popular. Formula 1. Identify the car. T1. No. The correct answer is, you can see Red Bull Racing RB18 from 2022 season, driven by Max Verstappen. Now we go to team B. Question is ready here. The playground for cricket is called pitch. So what is the play area for table tennis called? Table tennis. Some of you play table tennis, I know. So what is the play area for table tennis? 18 seconds. 17 seconds. Is it table? Table. Sorry, your answer is wrong. Yes, it's played on a table, but it is called board. BOARD. So he just guessed because it is table tennis. So table maybe. Next question is to team C. This image shows a gymnast performing on uneven parallel bars. What is the force's name that causes the gymnast to remain in circular motion around the bar? It's a scientific term. What is the force called? Is it torque? Torque? Yeah. That is the final answer? Yeah, it's fine. Yeah, your answer is incorrect. The correct answer is centrifugal force. Is it a new term for you? No, never. You study science. You studied in science. In physics, specifically. Team D. Speed gun technique was discovered to measure the speed of service of players in lawn tennis, whereas this technique was first used in cricket in 1999. Name the principle involved in speed gun technique. Again, a scientific principle. 17, 15. Bernoulli's principle of speed. No, the answer is wrong. The correct answer is Doppler effect. Okay, now we have come to the end of the first round. Now we go to the second round of this segment, sports. Question to team A. What scientific reason justifies the use of spiked shoes in track and field?
Newton's third law. Newton's third law? No, the answer is wrong. The scientific principle here is friction. That's why people use spike shoes on the tracks. Next question is to Team B. The Ashes Test Series is played between two countries. England and Australia. England and Australia. So are you 100% sure? Okay, his answer is correct. The correct answer is England and Australia. Next question, question number 3 in the second round to Team C. Team C, are you ready? Who is the first bowler to take 200 wickets in IPL history, Indian Premier League history? Answer to this would be, is it Shane Warne? The answer is wrong. The correct answer is Yuzvendra Chahal. Next question, the final question of the segment is to Team D. Team D, your question. What scientific principle explains how a baseball curves when thrown by a pitcher? A scientific principle explaining how a baseball curves when thrown by a pitcher. A scientific principle you learned in science. Yeah, answer? We don't know. You don't know the answer? No. At least you can guess. Yeah, you can guess. No, you will not get points. No passing of questions, okay? Still you can give the answer, no issues. Projectile. Projectile? No, is an effect again. So the correct answer is Magnus effect. Magnus effect. Yeah, so by this we have come to the end of the second segment, sports. After the first 2 rounds, the results are ready. Team A with 10 points, Team B with 20 points, Team C 10 points, Team D is with 20 points. Congratulations to all the teams.